ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയുള്ളാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ചാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുമായി വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന ഒരു ഉസ്താദായിരുന്നു ബഹുമാനപ്പെട്ട മുണ്ടംകുളം ഗഫൂർ ദാരിമി. മറ്റു ജനങ്ങളെപ്പോലെ ഉസ്താദിൻ്റെ പ്രാർത്ഥനയും സാമീപ്യവും പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഉസ്താദിൻ്റെ അനുവാദപ്രകാരം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുണ്ടംകുളത്ത് ജലാലിയ റാത്തീബ് നടത്താറുണ്ട്. സ്ത്രീ പുരുഷന്മാരെല്ലാവരും ഈ റാത്തീബിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു റാത്തീബിൽ പങ്കെടുക്കാൻ വന്ന ഒരു സ്ത്രീയുടെ പാദസരം കളവുപോയി. പാവപ്പെട്ട ഒരു കുടുംബത്തിലെ സ്ത്രീയായിരുന്നു അവർ. അങ്ങനെ അവർ തൃപ്പനച്ചി ഉസ്താദിൻ്റെ അടുക്കിലേക്ക് വന്ന് പരാതി പറഞ്ഞു. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് അവരോട് പറഞ്ഞു, അതാരാണോ എടുത്തത് അവർ നിങ്ങളെ തേടി വരും. അങ്ങനെ ഇരിക്കുകയാണ് കോഴിക്കോടിനടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ ഈ പാദസരം എടുത്ത ആൾ ഇത് വിൽക്കാൻ വേണ്ടി അവിടെ ചെന്നെത്തുന്നത്. പാദസരം കണ്ടപ്പോൾ നഖം വെട്ടിക്കൊണ്ട് മുറിച്ചെടുത്ത അവസ്ഥയിലായിരുന്നു അത്. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ജ്വല്ലറി ഉടമക്ക് വല്ലാത്ത സംശയം ഉദിക്കുകയും അദ്ദേഹം ഉടനടി പോലീസിനെ വിളിക്കുകയും ചെയ്തു. പോലീസ് എത്തി അയാളെ ചോദ്യം ചെയ്തു. അയാൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ദിവസം രാത്രി 12 മണിക്ക് അവർ മുണ്ടംകുളത്തേക്ക് വരികയും ആ ഒരു വീട്ടുകാരുമായി ബന്ധപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം വന്ന കോടതിയിൽ നിന്ന് ഈ വസ്തു തിരികെ ലഭിക്കുമെന്ന് ഇത് കിട്ടിയ വിവരം അവർ ഉസ്താദിനെ അറിയിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, അയാളെ ഇനി സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി കിടത്തും. ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊന്നും ആരെയും സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകാറില്ല. പക്ഷേ ഈ ഒരു മോഷ്ടാവിനെ കോഴിക്കോട് ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ സ്ഥലമില്ലാത്തതിനാൽ അയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് 6 മാസത്തിന് ശേഷമാണ് ഈ ഒരു കേസ് വിചാരണക്കെത്തുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. അവരൊരു വാക്ക് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ അള്ളാഹു നടത്തി കൊടുക്കും. അത്രയേറെ അടുപ്പമാണ് അവരും അള്ളാഹുവും തമ്മിൽ. നമ്മൾക്ക് ഒരുപാട് നീറിപ്പോകുന്ന പ്രയാസങ്ങൾ കൊണ്ട് നട്ടം തിരിഞ്ഞ് നടക്കുന്നവരാണ് നമ്മളൊക്കെ. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. മഹാന്മാരുടെ പേരിലൊക്കെ എപ്പോഴും ഫാത്തിഹ ഏതെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ദിവസേന ഒരു 5 ഫാത്തിഹയെങ്കിലും നമ്മൾ ചെല്ലണം. കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര കാര്യമാണ്. അലസത ഇല്ലാതെ നമ്മൾ ചെല്ലണം. മഹാന്മാരുടെ പേരിലൊക്കെ നമ്മൾ ചെല്ലണം. പിന്നെ അങ്ങനെ 5 ഫാത്തിഹ, പിന്നെ നമുക്കിങ്ങനെ ഒരുപാട്, പിന്നെ ഇങ്ങനെ ഓരോ ആഴ്ചകൾ കൂടുമ്പോൾ എണ്ണം അങ്ങനെ കൂട്ടി വരിക. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെല്ലും തോറും നമ്മളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ സഫലീകരിക്കും. അത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുക. ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പോഴൊക്കെ നമ്മൾ ഈ ഫാത്തിഹ ഒരു അലസതയും കൂടാതെ, അപ്പോഴൊക്കെ പിശാച് നമ്മളെ തിരിപ്പിക്കും. ബദരീങ്ങളുടെ പേരിൽ, അതുപോലെ തന്നെ മഹാന്മാരെ തൃപ്പനച്ചി ഉസ്താദിൻ്റെ പേരിലൊക്കെ, ഔലിയാക്കളുടെ പേരിലൊക്കെ ഒരുപാട് ഫാത്തിഹ ഓതുക. മമ്പർന്നങ്ങളുടെ പേരിലൊക്കെ അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഓതുക, മഹാന്മാരോട് എടുക്കുക. അങ്ങനെ പതുക്കെ അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ കൃത്യമായി നമ്മൾ സലാത്ത് ചൊല്ലുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാത്തൊരു ബർക്കത്താണ് സലാത്ത്. എത്ര പെരുപ്പിക്കാൻ പറ്റുക അത്രയും നമ്മൾ പെരുപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.